ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോവക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ കോവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അതൊക്കെ പരിചയപ്പെടാം. ആദ്യം തന്നെ ഞാൻ കോവക്കയാണ് കാണിക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടായ കോവക്കയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ കോവക്ക ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് ഞാൻ കോവക്ക മെഴുക്ക് പുരട്ടിക്ക് കോവക്ക കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇതിലാണ് കട്ട് ചെയ്തോന്നുള്ളൂ. പിന്നെ ഇതുപോലെ ചെറുതാകിയിട്ട് ഞാൻ 2 ഒനിയൻ, ഒരു മീഡിയം സൈസുള്ള 2 ഒനിയനും പിന്നെ ഒരു 2 ഗ്രീൻ ചില്ലിയും കട്ട് ചെയ്തു. ഇനി ഞാൻ ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക്, ഞാനൊരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറി ലീവ്സ് ഇട്ടു. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് കോവക്ക ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് ഓനിയൻ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ കോവക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അരക്കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 1 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിൽ ഹാഫായിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഈ കോവക്ക ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ 10 മിനിറ്റിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്നു കൊടുക്കുക. എന്നിട്ട് ഏകദേശമൊക്കെ നമ്മൾ കോവക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മസാലകളൊക്കെ ഇതിലേക്ക് പിടിക്കാൻ കുറച്ചൊരു ടൈം വേണം. അപ്പോൾ ഞാൻ സോൾട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ആഡ് ചെയ്തെടുത്ത് അത്രണ്ട് സോൾട്ട് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇതാക്കണം. ഞാനൊരു 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാ മസാലകൾക്ക് പാകത്തിനായൊന്ന്. അപ്പോൾ
നമ്മൾ കോവക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഈസി ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ കോവക്കയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.